ഈ പോലീസ് ഹെഡ് പോസ്റ്റ് എവിടെ വെക്കണോ അവിടെയൊക്കെ പ്രശ്നങ്ങളാ. ഗതാഗത കുരുക്ക് ഉണ്ടാക്കണത് സംവിധാനങ്ങളാ. ഇത് യഥാർത്ഥം പറഞ്ഞ അധികാരികൾക്ക് ഇത് ഗതാഗത കുരുക്ക് ഉണ്ടാവണതാണ് ഇഷ്ടം. പ്രൈവറ്റ് ബസ്സിനെ സമയം പോരാതെ വരും, ബ്ലോക്ക് കൊണ്ട്. അപ്പോൾ അവർ വേഗതയിൽ പോകാൻ നോക്കും. വേഗം ആളെ ഇറക്കാൻ വേഗം കയറ്റാം. അവർക്ക് ടൈം ചാർട്ട് ഉണ്ടല്ലോ, ആ സമയത്തിന് ഓടിയെത്തണ്ടേ. ഇവിടുത്തെ ഗതാഗത കുരുക്ക് കൊണ്ട് അങ്ങനെ എടുത്താലേ അവർക്കത് ഓടിക്കാൻ കഴിയും. അതാണ് അവർ വേഗതയിൽ വേഗം ആളെ ഇറക്കണത്. അത്ര ബ്ലോക്കുകൾ ഉണ്ട് ആ ഭാഗത്തേക്കൊക്കെ. ടൈം ചാർട്ട് വെച്ചാണല്ലോ ഇവർ ഓടണേ, അതാണ് കാരണം. അതിപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വാഹനങ്ങൾ പെരുകി പോയി റോഡുകൾ പുതിയതുണ്ടാകുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉള്ള റോഡുകളിൽ തന്നെ മെട്രോ വർക്കുകളൊക്കെ നടക്കണം. ഇപ്പോൾ കാക്കനാട് നിന്നൊക്കെ വരുന്ന വണ്ടി ചിലപ്പോൾ ജീവൻ പണയം വെച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാനൊക്കെ. കാക്കനാട് നിന്ന് വരുന്ന വണ്ടികളൊക്കെ അവിടെയൊക്കെ ബ്ലോക്കാണല്ലോ, വർക്ക് കണക്കല്ലേ മെട്രോ. അപ്പോൾ ഇവരുടെ ടൈമിന് ഓടി വെച്ചിട്ട് ഓടിയെത്താൻ പറ്റുമോ? അപ്പോൾ വേഗത കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. പുതിയ റോഡുകൾ വരുന്നതിനൊക്കെ പരിഹാരമായിട്ട് വാഹനങ്ങൾ മാത്രം ഇങ്ങനെ ഇറക്കി നികുതി പിരിച്ചാൽ പോരാ. സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരതൊന്നും ചെയ്യുന്നില്ല. വെറുതെ പണം പിരിച്ചെടുക്കുക ഓരോ പേരും പറഞ്ഞ്. റോഡ് നന്നാക്കിയിട്ട് കൊല്ലത്രയായി. ഇപ്പം 5 വർഷത്തിന് മേലെ റോഡൊന്നും അറിയണമെന്നില്ല, എല്ലാം പൊളിഞ്ഞെടുക്കണം സർവ്വ സ്ഥലവും. ആ പണ്ട് നന്നാക്കിയിട്ട റോഡ് പാച്ച് വർക്ക് ചെയ്യണം. ഒരു 50 കൊല്ലം പുറകിലാക്കണം റോഡ്. ഷർട്ട് കീറിയത് ഒട്ടിക്കണ മാതിരി ഇത്രയും മിറ്റിലൂണിടാൻ പോവുക, മഴ കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പം ഇതുകൊണ്ട് കുരുക്ക് കൂടല്ലേ, ഗതാഗത കുരുക്ക് കൂടല്ലേ. പിന്നെ ഇതൊക്കെ അശാസ്ത്രീയമായ സംവിധാനങ്ങളാണ്. ഇപ്പം കളമശ്ശേരി അപ്പോളോ HMT ജംഗ്ഷൻ അവിടെ ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു, കാക്കനാടോട്ട് പോകുന്ന റൂട്ട്. അത് അവിടെ 1 വേ ട്രാഫിക് കറക്റ്റായിട്ട് ചെയ്തപ്പോൾ ഇപ്പം നിങ്ങളവിടെ പോയി നോക്ക്, യാതൊരു പ്രശ്നവുമില്ല. പോയിട്ടുണ്ടോ? യാതൊരു പ്രശ്നവുമില്ല. അപ്പം ഇതൊക്കെ അശാസ്ത്രീയമായിട്ടാണ്. ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ കട്ടിങ് അടച്ചിട്ടേക്കണണ്ട. അത് തന്നെ കളമശ്ശേരിയിലും ചെയ്തിരിക്കണേ. കട്ടിങ്ങൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്നിട്ട് 1 വേ സിസ്റ്റം ആക്കി. ഇപ്പം അവിടെ യാതൊരു പ്രശ്നമില്ല, വെറുതെ ഓടിപ്പോവാ കൂളായിട്ട്. ഇവിടെ അതുപോലെ ഈ പലവട്ടം ജനത എന്താ കാട്ടിയിരിക്കണത്? തൊട്ടടുത്തടുത്ത് കട്ടിങ് എന്താ ആവശ്യമിരിക്കണത്? അത് അവിടെ ആ സർക്കിളാക്കണം. സ്റ്റേഡിയത്തിൻ്റെ അവിടെ അപ്പോൾ പ്രീമിയറി ചെയ്തേക്കണ പോലെ അവിടെ സർക്കിളാക്കി മാറ്റണം. സർക്കിളാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ BTHൻ്റെ അവിടെ ഇല്ലേ സർക്കിള്, പാലാരിട്ടത്തില്ലേ, ആൾക്കാരാണ് പോകുന്നില്ലേ. ഈ പോലീസ് ഹെഡ് പോസ്റ്റ് എവിടെ വെക്കണോ അവിടെയൊക്കെ പ്രശ്നങ്ങളാ. ഗതാഗത കുരുക്ക് ഉണ്ടാക്കണത് സംവിധാനങ്ങളാണ്. ഇത് യഥാർത്ഥം പറഞ്ഞ അധികാരികൾക്ക് ഇത് ഗതാഗത കുരുക്ക് ഉണ്ടാവണതാണ് ഇഷ്ടം. ഇവിടെ യോഗ്യമായ വിധത്തിൽ പോകാൻ പാടില്ല. ട്രാഫിക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അത് നമുക്കറിയില്ല, അത് അവരോട് ചോദിക്കണം. അല്ലെങ്കിൽ ഈ പാലാരിവട്ടം കാക്കനാട് നിന്ന് വരുന്ന എടപ്പള്ളിക്കുള്ള U-ടേൺ, അവിടെ ആ U-ടേൺ ബ്ലോക്ക് ചെയ്യണം. അണ്ട് സ്റ്റേഡിയത്തിൽ വെക്കണം. സ്ഥല സൗകര്യമുള്ളിടത്ത് ഒരു റൗണ്ടേ പോട്ടിട്ട് കൊടുക്കണം. വെറുതെ സ്ഥലമില്ലാത്തടത്ത് കൊണ്ടുപോയി അവിടെ ഗതാഗത പ്രശ്നം ഉണ്ടാക്കിയെടുക്കുകയല്ലേ. ഈ വയറ്റിലെ ഗതാഗത കുരുക്ക് എന്താ? പാലം ഉണ്ടാക്കിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പം ഇതൊക്കെ ഇവർ അറിഞ്ഞും ചെയ്യണതാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ ബ്ലോക്ക് മാറും. അറിയാവോ? ഈ വയറ്റിലെ കൂടെ പോകാൻ പറ്റുമോ?